സങ്കീർത്തനത്തിന്റെ പുസ്തകം 116 അധ്യായം 12-13 വാക്യങ്ങൾ. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തകന്റെ ഈ വിശ്വാസ മനോഭാവത്തോടുകൂടി സ്യൂറിക്കിലെ സെന്റ് തോമസ് സമൂഹം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷക്കാലം ദൈവം നമ്മുടെ സമൂഹത്തിനും വ്യക്തിപരമായും കുടുംബത്തിനും നമ്മുടെ കൂട്ടായ്മയ്ക്കൊക്കെ നമ്മുടെ രാജ്യത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് മുമ്പിൽ നന്ദി പറയാനായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 2024 ജൂലൈ 14 ആരംഭിച്ച 25-ാം വർഷം ജൂബിലിയുടെ ആരംഭം ഇന്നേ ദിവസം 2025 ജൂൺ 15-ാം തീയതി നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മളുടെ വിശ്വാസ സമൂഹം രൂപവൽക്കരിക്കപ്പെട്ടതിനെ ഓർത്ത്, ദൈവം പരിപാലിച്ചതിനെ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നന്ദികളും പ്രാർത്ഥനകളും ഉയർത്താം. നമുക്കറിയാവുന്നതുപോലെ 1999 മാർച്ച് 7-ാം തീയതിയാണ് വീഡിക്കോളിലുള്ള CSUS ആദ്യമായി നമ്മുടെ സമൂഹം വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുമിച്ച് ചേരുന്നത്. അന്ന് നമ്മുടെ അൽമായ സമൂഹത്തിന്റെ പ്രതിനിധികളായി ശ്രീ ബേബി വട്ടപ്പാലം, ശ്രീ ജോസഫ് പറുവന്നി, ശ്രീ ജോയ് തെക്കിനെ, പിന്നീട് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ജോസൂട്ടി കരിങ്ങനമറ്റം എന്നീ 4 അയ്യന്മാരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അയ്യങ്കാവിൽ MST അച്ഛൻ്റെ അടുത്ത് നമ്മളുടെ അപേക്ഷ സമർപ്പിക്കുകയും അച്ഛൻ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ സമൂഹത്തിന് വേണ്ടി വിശുദ്ധ ബലിയർപ്പിക്കാനായിട്ട് സമ്മതിക്കുകയും അന്ന് മുതലാണ് നമ്മളുടെ ഒരു വിശ്വാസ സമൂഹമായിട്ട് ആദ്യമായി വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുമിച്ച് ചേരുന്നത്. ഈ അവസരത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ, പ്രത്യേകിച്ച് ഇവിടെ വിവിധ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും തലമുറകൾക്കുമായി ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു സമർപ്പണമായി നമ്മുടെ വിശുദ്ധ കുർബാന ആഘോഷത്തിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വരുവാൻ പോകുന്ന ദിവസം നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്കായി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അഭിവന്യ കർദിനാൾ ജോർജ് പൂവക്കാട്ടിൽ പിതാവാണ്. അദ്ദേഹത്തോടൊപ്പം സഹകാർമ്മികരായി യൂറോപ്പിൻ്റെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് സ്റ്റീഫൻ ചെറുപ്പണത്ത്, അതോടൊപ്പം തന്നെ കപ്പാട് ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ ആബിട്ട് ഫാദർ ക്ലെമന്റ് എട്ടനിയിൽ, ഈ ബഹുമാനപ്പെട്ട മുഖ്യ കാർമ്മികരോടൊപ്പം മറ്റ് സഹകാർമ്മികരായി യൂറോപ്പിലെ പല ഭാഗങ്ങളിലും പഠനത്തിനും ശുശ്രൂഷയ്ക്കുമായിട്ട് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരുമുണ്ട്. അവരെല്ലാവരെയും നമ്മളുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ബഹുമാനപ്പെട്ട തോമസ് പ്ലാപ്പള്ളിയിൽ MST അച്ഛൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് അവരെ സ്നേഹപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഈ സമയം നമ്മളുടെ പാരിഷ് പാരിഷിന്റെ ലീഡറായിട്ടുള്ള മിസ്റ്റർ എബർഹാർഡ് യോസ്റ്റിനെ നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു സ്വാഗതം പറയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഈ സമയം ക്ഷണിക്കുന്നു. Now I invite Mr. Eberhard Jost to render these small words of welcome to our community. I wanted to say 1-2 words to you. Your Eminence Cardinal Kuvakate, dear Excellent Bishop Shirapanate, dear Father Thomas and all the families, women, men and children of the Syro-Malabar community. As the pastoral parish leader at St. Teresa's in Zurich, I'm delighted to welcome you all to this 25th anniversary celebration and service at our shared church and parish center today. I would like to extend a special greeting to you, Your Eminence Cardinal Kuvakate. It is an honor and a pleasure for us to be able to celebrate with you today. We are gathered here as believers on a journey, as pilgrims of hope. In an uncertain world, our faith is a guiding light. We thank you, Your Eminence, for accompanying us as a fellow pilgrim and shepherd, and for bearing witness to our hope. May this service strengthen us on our shared journey and reconnect us with God and with one another.
a warm welcome to you all. Thank you. സ്നേഹമുള്ളവരെ, നമ്മളുടെ ജൂബിലി ആഘോഷത്തിന് മുന്നോടിയായി
ഈ സമയം അഭിവന്യ കർദിനാൾ ജോർജ് പൂക്കാട്ടിൽ പിതാവ് ജൂബിലിയുടെ തിരി കത്തിക്കുന്നതാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും എന്ന യേശുനാഥൻ്റെ വാക്കുകൾ നമുക്ക് ഈ സമയം അനുസ്മരിച്ചുകൊണ്ട് ഇന്നിവിടെ തെളിക്കപ്പെടുന്ന ഈ ദീപനാളം നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സ്വീകരിച്ച് അടുത്തൊരു 25 വർഷത്തേക്ക് കൂടുതൽ തീക്ഷ്ണതയിലും വിശ്വാസ സാക്ഷ്യത്തിലും ജീവിക്കുവാൻ കൃപ നൽകണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സമയം പങ്കുചേരാം. അഭിവന്യ കർദിനാൾ ജോർജ് പൂവാട്ടിൽ പിതാവിനെ ജൂബിലി തിരി കത്തിക്കാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.